ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ അല്ലമ്മോൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ വ്ളോഗാണ് കേട്ടത്. ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള മടിയോണ്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്. സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മന്തിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ഉപയോഗിക്കണത് കേട്ടോ. കഴിച്ചിക്കണേ, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കുക്ക് ചെയ്യണത്. അങ്ങനെ തന്നെ വാങ്ങണമെന്ന് കുഞ്ഞുമോനക്ക് ഒരേ നിർബന്ധം. എന്നാൽ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ മേടിച്ചോളി, നമുക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന്. ഞാൻ കുറേ ആൾക്കാരെ റെസിപ്പി വീഡിയോ നോക്കിയിട്ടാണ് മന്തി ഞാൻ അങ്ങനെ ഉണ്ടാക്കാത്തൊരു സാധനമാണ്. എനിക്കെന്തോ ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. 1-2 പ്രാവശ്യം ഉണ്ടാക്കിക്കണം, അപ്പോഴൊക്കെ ശരിയായിക്കണം. എന്നാലും വലിയ രീതിയിലാണ് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതിന് എനിക്കിഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് ഇട്ടത്. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഇതിൽ ചേർക്കണം. പിന്നെ കളറുണ്ടല്ലോ, കളർ ഒരുവിധം എല്ലാവരും ചേർക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചേർക്കണില്ല. കളർ ഇവിടെ ഉണ്ട്, പക്ഷേ എൻ്റെ മദറിലോ കളറിനോട് ഭയങ്കരമായിട്ട് വിരോധിയാണ്. അതുകൊണ്ട് നമുക്കത് ചേർക്കണ്ട. അങ്ങനെ ഞാനിതാ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. ഇന്നല്ല, 5-ാം തീയതി എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ 5-ാം തീയതി രാവിലെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എൻ്റെ മനസ്സിലാകെ ടെൻഷനായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കൂലേ എന്നുള്ള ടെൻഷനായിരുന്നു. സഹായത്തിന് വേണ്ടിയിട്ട് സീനു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അല്ലുമ നല്ല കളിയാണ്, TV കാണുകയാണ് കേട്ടോ. ഓൻ്റെ ബർത്ത്ഡേ ആണ്. ഓനിക്ക് രാവിലെ നല്ല പൊലിവുണ്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ ഇപ്പോൾ പൊലിവ് അങ്ങോട്ട് കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ രീതിയിൽ പരിപാടികളൊന്നുമില്ല. ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിങ്ങും ഉച്ചക്കൊക്കെ മന്തിയും വെക്കാമെന്നുള്ള പ്ലാനായിരുന്നു. രാവിലെ വെയ്യായി വന്നതോടുകൂടി ഞാൻ വിചാരിച്ചു ഇനി മന്തിയൊന്നും വെക്കണ്ടാന്ന്. പിന്നെ ഞാൻ പെരയിൽ തന്നെ ചെറിയ രീതിയിലുള്ള മരുന്നൊക്കെ ഉണ്ടാക്കി, വെളുത്തുള്ളിയൊക്കെ ചുട്ട് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പോയിട്ടാ, ഭക്ഷണം കഴിക്കാൻ തോന്നണില്ല, വൊമിറ്റ് ചെയ്യാൻ തോന്നുക, അങ്ങനത്തെ ആ തോന്നലുകളൊക്കെ അങ്ങോട്ട് പോയി കിട്ടി. അപ്പം ഞാൻ അങ്ങോട്ട് ഉഷാറായിട്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ തുടക്കലും മുറയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മന്തി പരിപാടിക്ക് ഞാൻ 10:30 ആയപ്പോൾ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 10:30 ആകുമ്പോൾ നിന്നാലല്ലേ നമുക്ക് കറക്റ്റ് ടൈമിന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അസാനുവിനെ ചെറിയ രീതിയിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അല്ലുമോൻ ഒരുങ്ങുമ്പോൾ ഇനി ഓനക്കൊരു വിഷമം വേണ്ട. അങ്ങനെ അല്ലുമോൻ ഇതാ ഒരുങ്ങിയിട്ട് പുതിയ കുപ്പായും കാര്യങ്ങളൊക്കെ ഇട്ട് ഓൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേനും നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് സെറ്റാക്കി. ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ പുകയ്ക്കണത് കേട്ടോ. കനലിട്ടിട്ട് ജസ്റ്റ് പുകയ്ക്കുമല്ലോ നമ്മൾ മന്തിൻ്റെ മേലെ. ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. അങ്ങനെ അതൊക്കെ ചെയ്ത് സെറ്റാക്കി. സീനു വീഡിയോ എടുത്ത് തരാൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു മന്തി ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അടുക്കളയിൽ നിന്ന് പിന്നെ പരന്ന പാത്രങ്ങൾ ഞാൻ അപ്പോൾ മോറി വയ്ക്കുമല്ലോ. അങ്ങനെ ഇതും ഞാൻ മോറി വെച്ചു. മന്തി വിളമ്പാനായപ്പോഴത്തേന് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മന്തി ഇങ്ങോട്ട് വിളമ്പി. ഞാനിപ്പോൾ തന്നെ വിളമ്പാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. 12 മണി 12:30 ആയപ്പോഴത്തേനും മന്തി ഇവർക്ക് വിളമ്പണം. കുഞ്ഞുമോനിക്ക് എന്തെങ്കിലും സ്പെഷ്യലുള്ള ദിവസം കുറച്ച് നേരത്തെ വിശപ്പിൻ്റെ വിളി വരും. അപ്പോൾ അങ്ങനെ ആ വിളി വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് വിളമ്പി കൊടുക്കുക. സാധനം ഉണ്ടല്ലോ, പിന്നെ എന്തിനും നമ്മൾ വിളമ്പാതിരിക്കണം. അങ്ങനെ അതൊക്കെ വിളമ്പി സെറ്റാക്കി. എൻ്റെ ഇപ്പോൾ അസാനു കിടക്കുന്നുണ്ട് ഞാൻ സൗണ്ട് എടുക്കുമ്പോൾ. അതുകൊണ്ട് ഓൻ്റെ സൗണ്ട് എടുക്കുന്നത് ഇങ്ങനെ കേൾക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ തിന്ന് ഇരിക്കണിടയിൽ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് ഞാൻ പുറത്തൊരു ഹോം ബേക്കർ എടുത്ത് ഏൽപ്പിച്ചതായിരുന്നു. കുറച്ച് മുമ്പ് തന്നെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ അവരുടെ പേജ് നോക്കിയിട്ടൊരു മോഡൽ ചൂസ് ചെയ്തു. അതേപോലെ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓവർ കളറൊന്നും ആഡ് ചെയ്യാത്ത കേക്ക് വേണമെന്ന് കുഞ്ഞുമോനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു കേക്ക് തന്നെ അങ്ങോട്ട് ആക്കി. ആളൊരു മധുര വിരോധിയാണ്. മധുരം വലിയ രീതിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്കും വലിയ ഇഷ്ടമില്ല. അങ്ങനെ ഒക്കെ സെറ്റാക്കി. ഇനി നമ്മൾ കുറ്റിപ്പുറത്തേക്ക് പോവുകയാണ്. നാത്തൂൻ്റെ വരിക്കും പോകണം, എൻ്റെ വരിക്കും പോകണം. അങ്ങോട്ടും കുറച്ച് സാധനങ്ങൾ ഞാൻ പോയിനെട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെയൊക്കെ പോയി അതൊക്കെ കൊടുത്ത് നേരെ കോട്ടയൊക്കെ പോയി. ആകാശം കാണാൻ എന്ത് രസമല്ലേ. കുറേ നേരം അതും നോക്കി. കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു. അതും മേടിച്ച് തിരിച്ച് പോകുന്നു. ഗൈസ്, അത്രയുള്ളൂ ചേട്ടാ. ബൈ ബൈ, സീ യു.